ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്തോനേഷ്യയുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കോഫിയൊക്കെ കുടിച്ച് ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ഒരു കോഫി കിട്ടില്ലെങ്കിൽ വലിയൊരു മന്ദതയാണ് ഗൈസ്. അപ്പം നമുക്കൊരു എനർജിക്ക് കോഫി കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രണ്ടുപേരും ഭയങ്കര കോഫി ലവേഴ്സ് ആണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കോഫി രാവിലെ മസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കോഫിയിൽ നിന്ന് തുടങ്ങാം. ചേട്ടനും മോനും നല്ല ഉറക്കമാണ്, അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കോഫിയായിട്ട് പുറത്തെ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. അങ്ങനെ മൂന്നുപേരും റെഡിയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിരുന്നേ. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് നാസി ഗോറി എന്ന് പറയുന്ന ഒരു ഡിഷാണ്. റൈസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് എടുത്തു തരുവാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സൂപ്പാണ്, പക്ഷെ സൂപ്പല്ല, ഇത് അരിപ്പായസമാണ്. പയറും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അരിപ്പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. സമരം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് മുന്നിൽ പോകാൻ പോകുന്നത്. ഇത് നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ എല്ലായിടം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ജക്കാർട്ടയിൽ നിന്ന് we are going to the countryside of Indonesia. So departing from Jakarta and going to the countryside. Sedisi enak cus langsung gitu. Ini mandiri. Iya. My holiday. Hi Manado. അങ്ങനെ ഹോളിഡേ ഇന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ എയർപോർട്ടിലോട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവർ രാത്രിയാണ് എത്തിയത്, ഫിലിപ്പീൻസാ. അപ്പോൾ രാത്രി എത്തിയത് കൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാനും മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി നേരെ എയർപോർട്ടിൽ പോയതിനു ശേഷം അവിടെ വെച്ചിട്ടാണ് ഇനി അവരെയൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി. Looking for it. You know, one time when they were doing the peace dinner, so it was me, Winston. അങ്ങനെ നമ്മൾ ജക്കാർട്ട എയർപോർട്ടിൽ എത്തിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ കൂടെ സൂസിയും ഫാൽദിയും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സെൽഫ് ചെക്കിങ് ചെയ്യാൻ നോക്കി, പക്ഷെ അത്ര നടന്നില്ല. അങ്ങനെ നമ്മൾ ക്യൂലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അതായത് ഫിലിപ്പീൻസിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ജെയ്ഡിന്റെ ഫാമിലി ആയിട്ടാണ് ജെയ്ഡ് വന്നത്. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫ്ലൈറ്റ് മിസ്സായി ഗൈസ്. അങ്ങനെ ഒത്തിരി ടെൻഷൻ അടിച്ചു കേട്ടോ. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറേ നേരം ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ക്യൂ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ ടൈം ആയിട്ട് മൂവ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തിരക്കിയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായെന്നുള്ള കാര്യം. അപ്പൊ പിന്നെ ഒരുമിച്ച് പോക്ക് പിന്നെ നടന്നില്ല. ഇങ്ങനെ പിന്നെ അടുത്ത ഫ്ലൈറ്റ് നോക്കുമ്പോഴത്തേക്കും 3 പേർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങള് 3 പേരും ഫ്ലൈറ്റിൽ പോകാമെന്നും ബാക്കിയുള്ളവരെല്ലാവരും കാറിൽ മൂവ് ചെയ്യാമെന്നും വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ അവർ കാറിൽ പോയി, ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെ
നമ്മുടെ ഫ്ലൈറ്റ് നിന്ന ടൈമായി. ജക്കാർട്ടയിൽ നിന്ന് സമരങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour യാത്രയാണ് ഫ്ലൈറ്റിനുള്ളത്. അപ്പോൾ അല്ലാണ്ട് കാറിലാണ് പോകുന്നതെങ്കിൽ ഒരു 8 hours എങ്കിലും എടുക്കും. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലോട്ട് കയറാം. ഫ്ലൈറ്റിൽ നമ്മൾ കഴിച്ചത് ക്രീം ബണ്ണാണ് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. 1 hour മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയേ. സമരങ്കിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേസ്. നമ്മുടെ ബാഗ് മിസ്സായി കേട്ടോ. അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അവിടുത്തെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവർക്ക് ബാഗ് സെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ജക്കാർട്ടയിൽ നിന്നുള്ള അടുത്ത ഫ്ലൈറ്റിന് ഈവനിങ് ആണുള്ളത്. അപ്പോഴേ നമുക്ക് നമ്മുടെ ബാഗ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഫാൽദിയുടെ ഫാമിലി വന്നിട്ടുണ്ട്. ഇത് ഫാൽദിയുടെ മോനാണേ. പെട്ടെന്ന് തന്നെ നമ്മളായിട്ടങ്ങ് മിങ്കിളായി കേട്ടോ. അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊണ്ട് പോയിട്ട് നിൽക്കുക. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കാറിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവരിവിടെ എത്തിയിട്ടില്ല. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തത്തുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബാഗും കിട്ടിയിട്ടില്ല. അപ്പൊ ആ സമയം വരെ നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യണം. കുട്ടികളെയൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരെ മോളിലോട്ട് പോകാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് കാറിലൊന്ന് മോളിലോട്ട് പോകാം. നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഫാൽദിയുടെ വൈഫും മോനുമാണ് വന്നിട്ടുള്ളത്. അവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മീൻ വളർത്തുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റുവേ. അതായതൊക്കെ കൊഞ്ച് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇവിടുത്തെ ഒരു മോളാണ് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് പ്ലേ സ്റ്റേഷനിലോട്ടാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ മെയിനായിട്ട് എൻഗേജ്ഡ് ആക്കണം. ഇവിടെ പോക്കിമോന്റെ എന്തോ ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടേ. ഇതെന്ത് ഗെയിമാന്ന് പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല. ഇത് കളിക്കുന്ന എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. 2 പിള്ളേരൊന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ ഗെയിംസ് ഒക്കെ കളിച്ച് തളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പോയത് ഒരു ജാപ്പാനീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടുത്തെ ഡിഷസ് ഒന്നും നമുക്ക് ഫെമിലിയർ അല്ലായിരുന്നു. വായിക്കാനും നമുക്ക് പറ്റത്തില്ല. ഇവിടുത്തെ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ കാണുന്ന ഒരു ഭംഗിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്തു. അതാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നത്.
ഇതാണ് ചിക്കൻ കാറ്റ്സു കറി ഉഡോൺ കേട്ടോ. കൂടെ ഉള്ളത് സീഫുഡിന്റെ ഒരു ഫ്രൈ ആണ്. ബീഫ് കർബോണാറ ഉഡോൺ ആണ് അടുത്തത്. പിന്നെ ഉള്ളത് പ്രോൺസിന്റെ ഫ്രൈ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നേരെ പോയത് ഗെയിംസിന്റെ ഏരിയയിലോട്ടാണ്. എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബാഗ് വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും അതേസമയം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഒരുമിച്ചാണ് ഇനി യാത്ര പോകുന്നത്. എയർപോർട്ടിലെത്തി നമ്മൾ ബാഗ് വാങ്ങിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഒരുമിച്ചാണ് നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്തിരി ഹൈ റേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കണ്ടു. അപ്പൊ അത് കണ്ടിട്ട് നിർത്തി അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതൊരു ചിക്കൻ്റെ ഡിഷാണ്. കണ്ടാൽ നമുക്കൊരു കബാബ് ഒക്കെ പോലെ തോന്നുമെങ്കിലും പക്ഷേ കബാബിന്റെ ടേസ്റ്റ് അല്ല, ഒരു സ്വീറ്റ് ടേസ്റ്റ് ആണ്. നമ്മളൊരു ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിച്ചതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് അവർ നന്നായിട്ട് ഇങ്ങനെ കനലിൽ ചുട്ടെടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതിന്റെ കൂടെ ഡിപ്പ് ചെയ്യാനായിട്ട് പീനട്ടിന്റെ സോസും കൂടെയാണ് തരുന്നത്. അപ്പൊ അതും ഒരു ചെറിയ സ്വീറ്റ് ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ ട്രാവൽ ചെയ്തു കേട്ടോ. ഒത്തിരി ഹൈ റേഞ്ച് നമുക്ക് കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ വ്യൂ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഫുൾ ഇരുട്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ കാണാനും. താഴെ വെള്ളമാണെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും അറിയാൻ വയ്യ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ നമുക്ക് ഇവിടുത്തെ വ്യൂ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഒത്തിരി പണിയൊക്കെ കിട്ടി, ഒത്തിരി യാത്രയൊക്കെ ചെയ്ത്. ഫ്ലൈറ്റിലെ യാത്ര ഉണ്ടായിരുന്നു, കാറിലെ യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ട്രാവലൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡായിട്ടായിരുന്നു നമ്മൾ രാത്രി എത്തിയത്. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര രസമായിരുന്നു അവിടെ കാണാനായിട്ട്. നല്ല തണുപ്പുണ്ട്, നല്ല വ്യൂ ആണ്. രാത്രിയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നേ. റൂമിൽ നിന്ന് ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് സിറ്റിംഗ് ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല ഭംഗിയാണ് കേട്ടോ നൈറ്റ് കാണാൻ. താഴെ പൂളുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കിച്ചൺ.
ഇനി നമുക്ക് വാഷ്റൂം നോക്കാം. ഇതാണ് വാഷ്റൂം. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. നല്ല വാഷ്റൂമാണ്. ധൃതി പിടിച്ച് രണ്ടുപേരും ഓടുന്ന എവിടെ നിന്നറിയാമോ? സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. രണ്ടുപേർക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഓടുവാണ്. ആക്ച്വലി നമ്മൾ എല്ലാവരും ഭയങ്കര ടയർഡാണ് കേട്ടോ. ഒത്തിരി യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതായതുകൊണ്ട് ഭയങ്കര ടയർഡാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പൂള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും ഇറങ്ങണം. അങ്ങനെ രണ്ടുപേരും ചാടാൻ പോവാണ് കേട്ടോ. ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പുറത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പൊ വെള്ളം ഇതേപോലെ തണുപ്പായിരിക്കും എന്നാ വിചാരിച്ചത്. ചില്ല് വെള്ളം വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ നല്ല ചൂട് വെള്ളമാണ്. ഈ തണുപ്പത്ത് നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ട്രാവലൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ടയേർഡായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഹോട്ട് വാട്ടർ ബാത്തൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നല്ല സുഖമല്ലേ? അതേപോലൊരു സുഖമായിരുന്നു കേട്ടോ. അച്ഛനും മോനും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വെള്ളത്തിൽ കിടക്കുവാണ്. കയറി വരാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ കിടന്ന് വിളിച്ചതിന് ശേഷമാണ് രണ്ടുപേരും കയറി വന്നത്. അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യയുടെ സെക്കൻഡ് ഡേ ഇങ്ങനെയായിരുന്നു കേട്ടോ. കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു വൈബുള്ളൊരു സ്ഥലത്താണ് എത്തിയത്. നല്ല രസമാണ്. ഇനി മോർണിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ടാറ്റാ ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.